ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കുക്കിംഗ് വിത്ത് കീരിയോട്ട്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഒരു ഈസി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ നിങ്ങൾക്ക് സ്നാക്സ് ആയിട്ടോ ഇത് കഴിക്കാം. നല്ല ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ് ഇത്. ആക്ച്വലി എൻ്റെ അമ്മൂമ്മയൊക്കെ ഞങ്ങൾക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ ഉണ്ടാക്കി തരുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ ഭയങ്കര ഇഷ്ടമാണിത്. അപ്പോൾ ഇതിനാവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് 2 മുട്ട ആവശ്യമാണ്. ഇതിന് 2 മുട്ട വേണം. പിന്നെ 1 ഗ്ലാസ് പാല്. ഈ പാല് ഫ്രഷ് മിൽക്കാണ്, ഇത് തിളപ്പിച്ചിട്ടില്ല, ഫ്രഷ് മിൽക്കാണ്. അത് 1 ഗ്ലാസ്. പിന്നെ 2 ഏലക്കായ ഞാൻ ഇതുപോലെ ചതച്ചിട്ട് മേടിക്കുന്ന കല്ലിലിട്ട് ചതച്ച് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള സംഭവമാണ്. പിന്നെ നമുക്ക് വേണ്ടത് വാനില എസെൻസ്. അതിപ്പോൾ ഏതിൻ്റെ ആയാലും കുഴപ്പമില്ല. ഒരു അര ടീസ്പൂൺ വാനില എസെൻസ് വേണം. പിന്നെ നമുക്ക് നെയ്യ് ആവശ്യമാണ്. പിന്നെ ഷുഗർ വേണം. ഞാൻ ഓർഗാനിക് ഷുഗറാണ് എടുക്കുന്നത്. പിന്നെ നമുക്ക് വെള്ളം വേണം. പിന്നെ 1 ടീസ്പൂൺ, ഇതാണ് ഞാൻ ടീസ്പൂണിൻ്റെ അളവ് കാണിക്കുന്നത്. ഈ 1 ടീസ്പൂൺ നമുക്ക് കടലപ്പൊടിയും കൂടി വേണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ. ഞാനിതെല്ലാം ഇതിൽ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിക്കാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പം നേരത്തെ പറഞ്ഞ എല്ലാ ഇൻഗ്രീഡിയൻസും ഈ ബൗളിലേക്ക് ഇട്ടു. അതായത് 2 മുട്ട പൊട്ടിച്ച് വെച്ചു, പിന്നെ 1 ഗ്ലാസ് പാല്, പിന്നെ 1/4 ഗ്ലാസ് വെള്ളമാണ് ഞാൻ അതിലേക്ക് എടുത്തത്. പിന്നെ പഞ്ചസാര ഞാൻ 4 ടീസ്പൂൺ എടുത്തു. പിന്നെ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള മറ്റേ ഏലക്കായ പൊടിച്ചത് തൊലി കളഞ്ഞിട്ട് പൗഡർ ഇതിൻ്റെ അകത്തേക്ക് ഇട്ടു. പിന്നെ അര ടീസ്പൂണ് വാനില എസൻസ് ചേർത്തു. 1 ടീസ്പൂണോളം കടലപ്പൊടി ഇതിലേക്ക് ഇട്ടു. പിന്നെ നമുക്ക് ഈ മധുരം നമ്മൾ ആഡ് ചെയ്യുന്നതുകൊണ്ട് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി 1 പിഞ്ച് ഓഫ് സോൾട്ട്, ഇത്തിരി ഉപ്പ് പൊടി ഞാൻ ഇട്ടു. പിന്നെ 1 തരി മഞ്ഞൾപ്പൊടി. നമുക്ക് മഞ്ഞ ഒരു കളർ വേണമെന്നൊക്കെ തോന്നുവാണെങ്കിൽ ഒരു മഞ്ഞൾപ്പൊടി ഓപ്ഷണലാണ്. ഞാനൊരു ഒരു പിഞ്ച്, ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടാവും. ഇത്രയും ഇട്ടതിന് ശേഷം ഇത് നല്ല രീതിയിൽ നമുക്ക് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ നല്ല രീതിയിൽ ബീറ്റ് ചെയ്യണം. എല്ലാതും നല്ല രീതിയിൽ മിക്സ് ആവണം. എന്നിട്ട് ഒരു 2 മുതൽ 5 മിനിറ്റ് വരെ നമ്മളിതൊന്ന് സെറ്റിൽ ചെയ്യാൻ വേണ്ടി ഒന്ന് മാറ്റി വയ്ക്കുക. ഞാനിവിടെ ബ്രൗൺ ബ്രെഡാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് ബ്രെഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ മൾട്ടിഗ്രെയിൻ ബ്രെഡും യൂസ് ചെയ്യാറുണ്ട്, ബ്രൗൺ ബ്രെഡും യൂസ് ചെയ്യാറുണ്ട്. ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നെയ്യ് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറും യൂസ് ചെയ്യാം. ഇത് ഇപ്പം ഞാൻ നെയ്യ് ഉപയോഗിച്ചുണ്ടാക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിൽ ബട്ടർ യൂസ് ചെയ്യാം. ഇൻസ്റ്റെഡ് ഓഫ് ഈ നെയ്യിൻ്റെ പകരം ബട്ടർ യൂസ് ചെയ്യാം. നമ്മൾ ആ ബ്രെഡ് ഇതിലേക്ക് ഇട്ടു. ഇതിലേക്ക് ഇട്ടിട്ട് നമ്മൾ മുക്കുകയാണ്. 2 സൈഡും നല്ല രീതിയിൽ സോക്കാവണം. സൈഡ് നല്ല രീതിയിൽ സോക്കായി കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇതെടുത്തിട്ട് നമ്മുടെ ഈ പാനിലേക്ക് ഇട്ടു. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതുപോലെ അടുത്ത കഷ്ണം ബ്രെഡ് എടുക്കുക, സോക്ക് ചെയ്യുക, പൊരിക്കുക. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഭയങ്കര ഈസി റെസിപ്പിയാണ്. എല്ലാ പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഞാനൊക്കെ എൻ്റെ സ്കൂളിൻ്റെ സമയത്ത് സ്കൂളിൽ പോയി തിരിച്ചു വരുമ്പോൾ എൻ്റെ അമ്മ മെയിനായിട്ട് ഉണ്ടാക്കി തരുന്ന സംഭവമാണ്. എൻ്റെ അനിയനും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതുപോലെ മോർണിംഗ് ആയിട്ട് നമുക്കിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഈ പറയുന്ന ദോശ, ഇഡ്ഡലി ഇങ്ങനെ സാധനം കഴിക്കാൻ പറ്റുന്ന ഇഷ്ടമില്ല, മൂടില്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ സാധനം ഉണ്ടാക്കി തരുമ്പോൾ ഞങ്ങൾ ഹാപ്പി ആയിട്ട് കഴിക്കും. അപ്പോൾ ഇതുപോലെ നമ്മളെല്ലാം പൊരിച്ചിങ്ങനെ എടുക്കണം. അത് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്ക് തിരിച്ചിടാം. ഇതിപ്പോൾ ഞാൻ ഒരു സൈഡ് തിരിച്ചിട്ടു. അപ്പം ആ ഒരു സൈഡ് ഇങ്ങനെ ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്.
ഇതുപോലെ തന്നെ മറ്റേ സൈഡും ബ്രൗൺ ആവണം. പിന്നെ നമ്മളിതിൽ കുറച്ച് പാലൊക്കെ ആഡ് ചെയ്തുകൊണ്ട് ഈ ബ്രെഡ് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന ബ്രെഡ് ബ്രൗൺ ബ്രെഡാണ്. ഇത് നിങ്ങൾക്ക് മിൽക്ക് ബ്രെഡിൽ യൂസ് ചെയ്യാം, വൈറ്റ് ബ്രെഡിൽ യൂസ് ചെയ്യാം, ഏതിലാണെങ്കിലും കുഴപ്പമില്ല. ഇത് ഞാൻ ഇപ്പോൾ ബ്രൗൺ ബ്രെഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബ്രൗൺ ബ്രെഡിൽ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അതിൻ്റെ അഭിപ്രായം താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. എന്നാൽ മാത്രമേ നമുക്ക് അടുത്ത വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ഔട്ട് ചെയ്യുക. ആയി വരുന്നേ ഉള്ളൂ, ഈ സൈഡൊക്കെ ആയി വരുന്നു. അങ്ങനെ നമ്മുടെ ഈസി റെസിപ്പി റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ഔട്ട് ചെയ്യണം. ലാസ്റ്റ് ഇങ്ങനെ ഈ ഒരു ഗോൾഡൻ ബ്രൗൺ ആയി വരും. അതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു പാകം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ വാല്യുബിൾ ആയിട്ടുള്ള കമൻസ് നിങ്ങൾ മെൻഷൻ ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. പിന്നെ മറക്കാത്തൊരു കാര്യം ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ആൻഡ് ഷെയർ. Okay then, see you until the next video. Thank you so much.